ഇന്നത്തെ പരിപാടി എന്താ? അതെ, നമ്മൾ കുറച്ച് ചോദ്യം ചോദിക്കാൻ പോണ്. ഞാൻ കാർത്തിനോട് കുറച്ച് ചോദ്യം ചോദിക്കും, അവൻ എനിക്ക് ഉത്തരം പറയും. ഓക്കെ, റെഡിയാണോ? യെസ്. കഥയ്ക്ക് പോകാം. ഓക്കെ, കഥയ്ക്ക് പോകാം. ഓക്കെ, എനർജി വേണം എനിക്ക്. ഓക്കെ, ഓക്കെ, എന്തായാലും താങ്ക് യു എനർജി തന്നതിന്. നമുക്ക് ഫസ്റ്റ് കുറച്ച് ജനറൽ നോളജ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കാം. കാർത്തിക്, ഈ ഇടയ്ക്ക് ഒരു യുദ്ധം ഉണ്ടായിരുന്നില്ലേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ? അത് എന്തുകൊണ്ടുണ്ടായി? അവർക്ക് ഇന്ത്യ പൊളിക്കണം തോന്നിയിട്ട്. ഇന്ത്യ പൊളിക്കണം തോന്നിയിട്ട് പാകിസ്ഥാൻകാർക്ക്? ഓക്കെ, അത് എന്തുകൊണ്ടാണ് അവർക്ക് പൊളിക്കാൻ തോന്നിയത്? അവർക്ക് ഇഷ്ടം കൊണ്ട്. ഇഷ്ടം കൊണ്ട്. അവർക്ക് ഇഷ്ടമാണ് ഇന്ത്യനെ പൊളിക്കാൻ. ഓക്കെ, അടുത്ത ചോദ്യം എന്താ വെച്ചാ കുറച്ച് പേഴ്സണൽ ചോദ്യമാണ്. നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഗേൾ ഫ്രണ്ട്? അപ്പൊ അത്രയും ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ആലോചിക്കാനുള്ള ഗേൾ ഫ്രണ്ട് ഉണ്ടോ നിനക്ക്? ചെറിയ കുട്ടികളും കുഴപ്പമൊന്നുമില്ല. ശരി, ഇതിന്റെ ഗേൾ ഫ്രണ്ട് എവരെങ്കിലും തല്ലിയല്ലേ ആ കുട്ടി മാന്തും പിച്ചും തല്ലും. നിന്നെ ആരെങ്കിലും അടിച്ചാൽ അവൾക്ക് ദേഷ്യം വരും. ശരി, ആരാ ആ കുട്ടി? പേര് പറ. അതിന്റെ കുട്ടി നോക്കട്ടെ, ആലോചിക്കട്ടെ. ഗൈസ്, ഇത്രയും വലുതായ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളിവിടെ അവനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കുട്ടീനെ പറ്റി പറഞ്ഞു തരാം. ശരി, പറ. ഒന്നും കൂടെ ആലോചിക്കട്ടെ. വേഗം, സമയമില്ല നമുക്ക് ആലോചിക്കാൻ. ആണോ? ഞാൻ അന്ന് വേറെ ഏതോ ഒരു പേര് കേട്ട പോലെ തോന്നി. ഞാൻ ചോദിച്ചേ ഇല്ല ശ്രേയാണോ. നീ ആയിട്ടാ പറഞ്ഞ ശ്രേയ അല്ലാന്ന്. അപ്പൊ ഞാൻ ഏതാ വിശ്വസിക്കേണ്ടത്? നീ നേരെ ഇരിക്കും. ആദിൽ ഒരു ചെക്കൻ്റെ പേരല്ലേ? ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേരല്ലേ ചോദിക്കണേ? ശരി, ഈ നേരെ എന്നിട്ട് പറ. നീ എന്നെ നോക്ക്. ഓക്കെ, പറ. ആരാ നിന്റെ ഗേൾ ഫ്രണ്ട്? അപ്പൊ നീ നീയാന്ന് പറഞ്ഞു. ശരി, കടന്നു ഊരിലണ്ട. മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം കേട്ടോ കാർത്തിക്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? അടുത്തത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ചോദ്യം കേട്ടോ. നല്ല ഇമോഷണൽ ആയിട്ടുള്ള ചോദ്യമാണ്. നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? കേൾക്കണ്ട, എനിക്കെന്നെ പറ. പറയാൻ പറ്റില്ല. ആന്നോ ഇല്ല എന്ന് പറയണം. ഇങ്ങനെ വലിക്കുന്ന സൗണ്ട് വേണ്ട, ബട്ട് നോർമലായിട്ട് പറയണം. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ കല്യാണം കഴിച്ച് പോയാൽ നിനക്ക് സങ്കടം ഉണ്ടാവോ? നീ കരയോ? കരയോ? ശരിക്കും കരയും? നോട്ട് ദ പോയിന്റ് ഗൈസ്. അപ്പോൾ ഇത് കാണുന്ന എൻ്റെ വീട്ടുകാർ ഇപ്പം എന്നെ കല്യാണം കഴിപ്പിച്ചു വിടരുത്. ഇനി കുറേ കഴിഞ്ഞിട്ട് അവൻ്റെ സങ്കടമൊക്കെ മാറിയിട്ട് മെല്ലെ കല്യാണം മെല്ലെ മതി. ഇവൻ പാവം എൻ്റെ ചെറിയൊരു അനിയനല്ലേ, കരയിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലേ കാർത്തി? പറ, എന്നെ ഇപ്പോൾ കല്യാണം കഴിപ്പിച്ചു വിടണമെന്ന് പറ. അവിടെ നോക്കി പറ. കല്യാണം കഴിപ്പിച്ചു വിടണ മേഘ ചേച്ചിനെ എപ്പോന്ന് പറ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താ വെച്ചാ ഓക്കെ, എന്നെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ പറ, ഞാൻ കേൾക്കട്ടെ. നീ എന്താ എന്നെ പറ്റി വിചാരിക്കുന്നേ? പറ. പറ. അതിന് മുമ്പ് വന്നു. പറയണ്ട, എന്നെ പറ്റിയിട്ട് നീ എന്താ ഫീൽ ചെയ്യണെന്ന് പറഞ്ഞാൽ മതി. നീ വീടിനെ പറ്റി പറ. ഗൈസ്, പറഞ്ഞ പോലെ നമ്മള് പുതിയ വീട്ടിലോട്ട് മാറിയിരിക്കാം. പുതിയത് കാരണം നമ്മൾ ആദ്യം ഫ്ലാറ്റിലായിരുന്നു താമസിച്ചുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് ഷിഫ്റ്റായി. നമ്മൾ കുറച്ച് വർഷം മുമ്പ്, അതെ, സ്വന്തം വീട്. കുറച്ച് വർഷം മുമ്പ് നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു. അത് കുറച്ചായിട്ട് നമ്മളത് ക്ലോസ് ചെയ്തിട്ടായിരുന്നു ഇരുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഇവിടേക്കാണ് സ്റ്റേ ചെയ്യാൻ വന്നിരിക്കുകയാണ്.
മേഘ ചേച്ചിനെ പറ്റിയിട്ട് പറ വേഗം, സമയമില്ല നമുക്ക്. എന്താണ് പറ മേഘ ചേച്ചിനെ പറ്റിയിട്ട് വേഗം. എനിക്ക് മേച്ചേച്ചൻ എന്നെ മനസ്സിൽ തോന്നുന്ന മേച്ചേച്ച ഒരു എന്താണ് എന്നെ തല്ലിക്കൊണ്ടേയിരിക്കും. ഞാൻ നിന്നെ ഇതുവരെ തല്ലിയിട്ടുണ്ടാ? നീ എന്നെ തല്ലുമ്പോ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാ? തല്ലിക്കൊണ്ടിരിക്കുന്നു നോണ പറയാൻ പാടില്ല കാർത്തി. സോപ്പിട്ട് വന്നി ഇനി പോകണം നിനക്ക്. ശരി, അടുത്ത ചോദ്യം. നിനക്ക് സ്നേഹ ചേച്ചിനെയാണ് ഇഷ്ടം മേഘ ചേച്ചിനെയാണ് ഇഷ്ടം? നേരെ ഇരിക്കും, നേരെ ഇരിക്കും. എന്നെ ഇഷ്ടം? താങ്ക് യു, ഐ ലവ് യു. ഐ ലവ് യു ടു പറ. അടിച്ചിരിക്ക. ഐ ലവ് യു ടു പറ. ഐ ലവ് യു ടു പറ. ഞാൻ ഐ ലവ് യു പറഞ്ഞ നീ ഐ ലവ് യു ടു പറയണം. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു ടു പറ. നേരെ പറ. ഞാൻ ശരി, അടുത്ത ചോദ്യം കാർത്തി. സമയമുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഇല്ലേ, ആ ഫ്രണ്ട്സിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു? ഞാൻ ചീത്ത പറയില്ല, പറ. ആ ശരി, പറ. ഇതാണ് ജോസഫ്. ജോസഫ് അല്ല, യൂസഫ്. നേരെ പറ. ശരി, ചീത്ത പറയില്ല. ചോട്ടന് കുറച്ച് ചെറുതല്ലേ, അപ്പൊ ഇത് ജോസഫ് അല്ലേ? ജോസഫ് അല്ല, യൂസഫ്. ഇത് യൂസഫ്, ഇത് ജോസഫ്. ശരി, നേരെ പറഞ്ഞ. ഇത് നിനക്ക് ഏറ്റവും കൂടുതൽ യൂസഫ്. ജോസഫ്, യൂസഫ്, യൂസഫ്, ചോട്ടു. ചെറുതല്ലേ ചോട്ടു? ശരി, കഴിഞ്ഞു. അത് കഴിഞ്ഞു. അടുത്ത ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കേണ്ടത്. നിനക്ക് വലുതായിട്ട് എന്താ ആവണ്ടേ? അടുത്ത ചോദ്യം എന്താണ്? നിനക്ക് വലുതായിട്ട് എന്താ ആവണ്ടേ? എന്തുകൊണ്ടാ നിനക്ക് പോലീസ് ആവണ്ടേ? പോലീസായ നീ എന്നെ സ്നേഹിച്ചൊക്കെ തല്ലുവോ? മൈൻഡ് പ്ലാനിങ് ഇപ്പോഴേ മൈൻഡിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചെയ്യണത്തില്ല എല്ലാത്തിനും. ഇനി ഞാൻ വലുതായി പോലീസായിട്ട് നിങ്ങൾക്കൊക്കെ തരും എന്നുള്ളത്, അതാണ് അവന്റെ പ്ലാൻ അല്ലേ? ഓക്കെ ഗൈസ്, നിങ്ങൾ കാർത്തിക് പാട്ട് പാടുമ്പോൾ കേട്ടിട്ടില്ലല്ലോ. ഞാൻ ഇതിൽ ആഡ് ആക്കാം. അവൻ ഇന്നൊരു പാട്ട് ഞാൻ പാടാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആഡ് ആക്കാം. ഏതാ പാട്ട്? ഏതാ പാട്ട്? കോടിയിലെ നിന്നി നിന്നൊരമ്മിളി, അമ്മിളിക്കരക്കുള്ളില് ചോര കണ്ണുയൽ. ഇങ്ങു നീലക്കുരത്തില് നീർപ്പഴക്കിൽ നിരയിടും, അമ്പിളിക്കരക്കുള്ളില് ചോര കണ്ണു. അമക്കറമന എന്റെ വെച്ചിലുമായി തനവനിൽ നഗരെ തുരുപ്പിലേക്കുവതിയല്ലോ. തരക്കളുത്തരത്തും വെച്ചില ചെല്ലത്തിലോ, ഭൂമിയെ പാടെ മൂടും അത്രയും വെച്ചിലെ ഇട്ടുവയ്ക്കാം. കുഞ്ഞിടാൻ വാവേ കഥ കേട്ട് മെല്ലെ ചിരി ബോട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊന്നി കളിയാടി വളരെ വളരെ. എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ലൈക്ക് സപ്പോർട്ട് ചെയ്യാ, പിന്നെന്ത് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാ, പിന്നെന്ത് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യാ. ഹലോ മോട്ടോ. ഹലോ മോട്ടോ അല്ല. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ പറ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. താങ്ക് യു പറ. താങ്ക് യു. ഹലോ മോട്ടോ.